2025 വ്യാഴമാറ്റത്തോടുകൂടി ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്ന രാശിക്കാർ ആരൊക്കെ? നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. (2025) വ്യാഴമാറ്റത്തോടുകൂടി ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്ന കൂറുകാർ ആരൊക്കെ എന്ന് പരിശോധിക്കാം. ആദ്യമായി ഇടവക്കൂർ, കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ പകുതി. ഇവർക്ക് വ്യാഴം ജന്മത്തിൽ നിന്നും 2ലേക്ക് രാശി മാറുന്നു. ഇവർക്ക് അഷ്ടമാധിപത്യവും ലാഭാധിപത്യവും വഹിച്ച ഗ്രഹമാണ് വ്യാഴം. ഇപ്പോൾ ജന്മവ്യാഴമായി തുടരുന്ന അവസ്ഥയിൽ നിന്നും വ്യാഴം 2ലേക്ക് രാശി മാറുന്നതോടുകൂടി ഇവർക്ക് എല്ലാവിധ അഭിവൃദ്ധികളും നേട്ടങ്ങളും ഉണ്ടായി വരും. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വർദ്ധിക്കുകയും ഉന്നത പഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ അവസരങ്ങൾ അഡ്മിഷൻ ലഭിക്കുകയും തൊഴിൽരഹിതർക്ക് തൊഴിൽപരമായ നേട്ടങ്ങളും ധനലബ്ധിയും അവിവാഹിതർക്ക് വിവാഹലബ്ധിയും ബിസിനസ് പരമായി കാര്യങ്ങളിൽ ധനപരമായ നേട്ടങ്ങളും ആരോഗ്യ രോഗദുരിതങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് അത് രോഗശമനവും എല്ലാവിധ അഭിവൃദ്ധികളും ഉണ്ടാകുന്ന ഒരു വ്യാഴമാറ്റമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം 2025 മെയ് മാസത്തിലെ വ്യാഴമാറ്റം. ഇതിനുശേഷം ഇവർക്ക് എല്ലാവിധ അഭിവൃദ്ധികളും ഉണ്ടായി വരും. അടുത്തതായി ചിങ്ങക്കൂറ്, മകം പൂരം ഉത്രം 1-ാം പാദം. ഇവർക്ക് 5ഉം 8ഉം ഭാവാധിപനായ വ്യാഴം 11-ൽ ലാഭസ്ഥാനത്തേക്കാണ് രാശി മാറിയെത്തുന്നത്. ഈ കൂറുകാർ കഴിഞ്ഞ 1 വർഷക്കാലമായി അനുഭവിച്ചു വന്നിരുന്ന എല്ലാ വിധത്തിലുള്ള തൊഴിൽപരമായും ധനപരമായും ആരോഗ്യപരമായും ഉണ്ടായിരുന്ന എല്ലാ ക്ലേശങ്ങൾക്കും ഒരറുതി വരികയും തൊഴിൽപരമായും ധനപരമായും വിദ്യാഭ്യാസപരമായും എല്ലാ മേഖലയിലും ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായി വരികയും ചെയ്യും. ലാഭസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന കാലയളവുകളിൽ ഇവർക്ക് വലുതായ ധനലാഭങ്ങൾ ഉണ്ടാകാം. എങ്കിൽ തന്നെയും അവരവരുടെ ജാതകം അനുസരിച്ച് ആ ജാതകത്തിന്റെ നിലവാരം അനുസരിച്ച് ദരിദ്ര ജാതകമാണോ, സമ്പന്ന ജാതകമാണോ, അതിസമ്പന്ന ജാതകമാണോ എന്നുള്ള ഒരു കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം. എങ്കിൽ തന്നെയും ഇവർ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ആ കാറ്റഗറിയുടെ അനുസരിച്ച് അവർക്ക് കൂടുതൽ ധനാഗമനം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടങ്ങളാണ്. പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കുക, വീട്, വസ്തുവകകൾ ഇവ സമ്പാദിക്കുക, വിവാഹാദി സന്താനാദി നേട്ടങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും ചിങ്ങക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റത്തോടുകൂടി നേട്ടങ്ങൾ ആരംഭിക്കുന്നു. അടുത്തതായി തുലാക്കൂറ്, ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ 3 പാദം. ഇവർക്ക് വ്യാഴം അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷക്കാലമായി ഇവർ അനുഭവിച്ചു വന്നിരുന്ന എല്ലാവിധ ദുരിത ദോഷ ക്ലേശങ്ങൾക്കും ശമനമുണ്ടാവുകയും ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം ഗോചരത്തിൽ വരുന്നതോടുകൂടി ഇവർക്ക് എല്ലാവിധ ഭാഗ്യ അനുഭവങ്ങളും വർദ്ധിക്കുന്നു. വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിന് അഡ്മിഷൻ ലഭിക്കുക, പഠന നിലവാരം ഉയരുക, തൊഴിൽരഹിതർക്ക് തൊഴിൽ ലബ്ധിയും ബിസിനസ്സിൽ പുരോഗതിയും ധനനേട്ടങ്ങളും അവിവാഹിതർക്ക് വിവാഹലബ്ധിയും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥാനമാറ്റങ്ങളും പുതിയ ഗൃഹം, വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂലമായ കാലയളവുകളാണ്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം ഗോചരത്തിൽ വരുന്ന കാലയളവുകളിൽ ഇവർക്ക് യാതൊരുവിധ ദുരിതങ്ങളും അനുഭവപ്പെടുകയില്ല. അടുത്തതായി ധനുക്കൂർ, മൂലം പൂരാടം ഉത്രാടം 1-ാം പാദം. ഇവർക്ക് ജന്മാധിപനും 4-ാം ഭാവാധിപനുമായ വ്യാഴം 6-ലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന 1 വർഷക്കാലമായിരുന്നു. ഇവർക്ക് പലവിധ രോഗദുരിത ക്ലേശങ്ങളും ധനപരമായ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ച് കടന്നു വന്നവരാണ്. ഇവരുടെ എല്ലാ ദോഷ ദുരിതങ്ങൾക്കും ഇതോടുകൂടി ശമനമുണ്ടാവുകയും പലവിധ നേട്ടങ്ങളും ഉണ്ടായി വരുന്ന ഒരു കാലയളവായി മാറുകയും ചെയ്യും. വ്യാഴം 7ലേക്ക് നിവൃത്തി സ്ഥാനത്തേക്ക് ഗോചരത്തിൽ വരുമ്പോൾ അവർക്ക് എല്ലാവിധ നേട്ടങ്ങളും അവിവാഹിതർക്ക് വിവാഹലബ്ധി, പുത്തൻ വാഹനാദികൾ സ്വന്തമാക്കുക, ഗൃഹനിർമ്മാണം ആരംഭിക്കുക, നൂതന ബിസിനസ്സുകൾ ആരംഭിക്കുക, വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശ വിഷയത്തിന് ഉപരിപഠനത്തിന് അഡ്മിഷൻ ലഭ്യമാകുക തുടങ്ങിയ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. ഇവർക്ക് കണ്ടകശനി ആരംഭിക്കുന്നു എങ്കിൽ കൂടിയും 7ലെ വ്യാഴഗ്രഹത്തിന്റെ ഇഷ്ടഭാവ ഗോചരസ്ഥിതി മൂലം കണ്ടകശനി ദോഷത്തിന്റെ കാഠിന്യങ്ങളൊന്നും തന്നെ ഇവർക്ക് 1 വർഷക്കാലത്തേക്ക് അനുഭവത്തിലേക്ക് വരുന്നതല്ല. അടുത്തതായി കുംഭക്കൂർ,
ഇവർക്ക് വ്യാഴം 4-ൽ നിന്ന് 5-ലേക്ക് രാശി മാറുന്നു. ഇവർക്ക് 2-ഉം 11-ഉം ഭാവാധിപനായ വ്യാഴമാണ് 5-ലേക്ക് രാശി മാറി വരുന്നത്. ഇത് ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടായി വരുന്നതിന് കാരണമാകുന്നു. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വർദ്ധിക്കുക, ഉദ്ദേശ വിഷയത്തിൽ ഉപരിപഠനത്തിന് അഡ്മിഷനുകൾ ലഭ്യമാവുക, തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലബ്ധിയും, ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ പുരോഗതിയും, നൂതന ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ബിസിനസ്സിൽ കൂടുതലായി മുതൽ മുടക്കുവാനുള്ള സാധ്യതകളും, അവിവാഹിതർക്ക് വിവാഹലബ്ധിയും, വിവാഹം കഴിഞ്ഞിട്ടും സന്താനഹീനരായി തുടർന്ന ദമ്പതിമാർക്ക് സന്താന ലബ്ധിയും, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി തീരുന്നതാണ്. ഇവർക്ക് ഏഴരാണ്ട ശനിയുടെ ജന്മശനി കഴിഞ്ഞു എങ്കിൽ തന്നെയും അവസാന 2.5 വർഷക്കാലമാണ് എങ്കിൽ കൂടിയും വ്യാഴഗ്രഹത്തിൻ്റെ ഇഷ്ടഭാവസ്ഥിതി മൂലം ഇവർക്ക് ശനിദോഷത്തിൻ്റെ ദുരിതങ്ങളൊന്നും തന്നെ അനുഭവവേദ്യമാകുന്നതല്ല 1 വർഷക്കാലത്തേക്ക്. വ്യാഴമാറ്റം ഗോചര ഫലം ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ തന്നെയും ഇത് അവരവരുടെ വ്യക്തിഗത ജാതകത്തെ അടിസ്ഥാനമാക്കി വേണം ചിന്തിക്കേണ്ടത്. ജാതകത്തിൽ വ്യാഴം അനുകൂല ഭാവത്തിലും ഭാവാധിപത്യവും വഹിച്ച് ഇഷ്ടഭാവസ്ഥിതിയിൽ ബലവാനായി നിൽക്കുന്നവർക്ക് ഗോചരത്തിൽ അനുകൂല ഭാവങ്ങളിൽ വരുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങളും, അതോടൊപ്പം ജാതകത്തിൽ നിലവിലെ ദശ അപഹാരനാഥന്മാർ അവരുടെ ബന്ധങ്ങളും അവരുടെ യോഗകാരക ഗുണഫല ദാന ബലവും അടിസ്ഥാനമാക്കിയും വേണം നമുക്ക് ഗുണഫലത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ചിന്തിക്കേണ്ടത്. എന്നാൽ വ്യാഴം ജാതകത്തിൽ 6, 8, 12 ഭാവങ്ങളിൽ മറഞ്ഞു നിൽക്കുകയോ 6, 8, 12 ഭാവാധിപത്യമൊക്കെ വരികയോ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ഗോചരത്തിൽ അനുകൂലമാണെങ്കിലും ഉദ്ദേശിച്ച ഫലം നൽകണം എന്നില്ല. അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിഗത ജാതകത്തിലെ മിഥുനം രാശിയിലെ വ്യാഴ അഷ്ടവർഗത്തിലെ വർഗബലം എത്രയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും അവർക്കുണ്ടാകുന്ന ധന അല്ലെങ്കിൽ സർവ്വവിധ പുരോഗതിയുടെയും അടിസ്ഥാനം നമുക്ക് അഷ്ടവർഗ ബലം കൂടി ചിന്തിച്ച് വേണം പരിഗണിക്കേണ്ടത്. അതിലെ വർഗബലത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് വ്യക്തിഗതമായി വ്യാഴ ഗുണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. അത് ജാതക ഫലത്തെയും കൂടെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എങ്കിൽ തന്നെയും വ്യാഴം ഗോചരത്തിൽ അനുകൂലത്തിൽ വരുന്നവർക്കെല്ലാം തന്നെ അനുകൂലമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.